കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങളിൽ കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിലെ ഏറ്റവും പ്രിയമുള്ള ദൈവമക്കളെ, ദൈവവചനം ശ്രവിക്കുമ്പോൾ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്നുള്ളത് തിരുവചനത്തിലൂടെ ദൈവം നമ്മോട് അരുളി ചെയ്യുകയാണ്. വെളിപാടിൻ്റെ പുസ്തകം 1-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുക: ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും അത് പാലിക്കുന്നവരും അനുഗ്രഹീതർ. അപ്പം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നവർ, അത് വായിക്കുന്നവർ അനുഗ്രഹീതരാണ്. പഴയ നിയമത്തിൽ നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം അതിൽ 2 മുതലുള്ള വചനങ്ങൾ പറയുകയാണ്: ഈ പ്രവചനത്തിൽ അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങൾ നിന്റെ മേൽ വർഷിക്കും. നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടണമെങ്കിൽ നാം ദൈവവചനം ശ്രവിക്കണം. ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുന്ന മക്കളിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. ഞാൻ പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 3. അപ്പോൾ ദൈവവചനം കേൾക്കുന്തോറും നമ്മിൽ അഭിഷേകം നിറയും. ദൈവവചനം കേൾക്കുമ്പോൾ നമ്മിൽ കൃപ നിറയും. ദൈവവചനം നമ്മളെ ശക്തിപ്പെടുത്തും, ധൈര്യപ്പെടുത്തും. ജോഷുവോട് പറയുന്നുണ്ട്, ശക്തനും ധീരനുമായിരിക്കുക. എത്ര പ്രാവശ്യമാണ് നമ്മൾ ബൈബിളിൽ കാണുന്നത്? ജോഷുവോട് പറയുകയാണ്, ശക്തനും ധീരനുമായിരിക്കുക. അപ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ അവൻ ശക്തിയും ധീരനുമായി മാറുകയാണ്. എന്നിട്ട് നിയമാവർത്തന പുസ്തകം പറയുകയാണ്, നീ എവിടെയാണ് അനുഗ്രഹിക്കപ്പെടുന്നത്? നീ നഗരത്തിൽ അധ്വാനിക്കാൻ പോകുന്നു. നീ വയലിൽ, നിന്റെ കൃഷിയിടങ്ങളിൽ അനുഗ്രഹിക്കപ്പെടും. നിന്റെ സന്തതികൾ അനുഗ്രഹിക്കപ്പെടും. വിളവുകൾ ഫലം നൽകും. മൃഗങ്ങളും കന്നുകാലിക്കൂട്ടങ്ങളും വർദ്ധിക്കുകയും പെരുകുകയൊക്കെ ചെയ്യും. അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും. സകല പ്രവൃത്തിയിൽ നീ അനുഗ്രഹീതമാകും. അപ്പോൾ ദൈവവചനം ശ്രവിക്കാത്തത് ഈ കാലഘട്ടത്തിൻ്റെ വലിയൊരു അപരാധമാണ്. ഒരുപാട് മക്കൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുണ്ട്. പക്ഷേ ഈ മക്കൾ ഈ വചനം കേൾക്കുന്നില്ല. ഒരുപാട് മക്കൾ. എന്നാൽ ഒരുപാട് മക്കൾ, ഒരുപാട് യുവതിവാക്കൾ വചനം വായിക്കുന്നവരാണ്, ധ്യാനിക്കുന്നവരാണ്, പാലിക്കുന്നവരാണ്. നമുക്കൊരു തീരുമാനം എടുക്കാം. ഒരു ദിവസം ഒരു 20 മിനിറ്റ് സമയമെങ്കിലും ദൈവവചനം പ്രാർത്ഥനാപൂർവ്വം വായിക്കാൻ, അത് വലിയൊരു അഭിഷേകമായി മാറാൻ പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ വാഗ്ദാനം ചെയ്ത ദൈവമേ, ആ അനുഗ്രഹങ്ങളെല്ലാം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും അത് മാംസം ധരിക്കാൻ കൃപ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വചനം വചനം വചനം, സാക്ഷ്യത്തിൻ തിരുവചനം. ആദിയിൽ ഉണ്ടായിരുന്ന വചനം, മാംസം ധരിച്ച വചനം, ക്രിസ്തുവായ വചനം. വചനം വചനം വചനം, സാക്ഷ്യത്തിൻ തിരുവചനം. ആദിയിൽ ഉണ്ടായിരുന്ന വചനം, മാംസം ധരിച്ച വചനം, ക്രിസ്തുവായ വചനം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ.